പ്രിയപ്പെട്ടവരെ, ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധത്തിൽ അമേരിക്കയുടെ സൈനികർക്കുണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വലിയ ഭീകരമായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കണക്കുകൾ പുറത്തുവിടാൻ പോലും ഇപ്പോൾ അമേരിക്ക തയ്യാറല്ല. ഒന്നാമത്തേത്, അമേരിക്കയുടെ ലോകത്തുള്ള പ്രതാപം നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം, അമേരിക്കയിലെ ജനങ്ങൾ ഇത്രയും കൂടുതൽ അമേരിക്കൻ സൈനികരുടെ മരണസംഖ്യ അറിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ അമേരിക്കയിൽ കത്തി ഉയരും എന്നതുകൊണ്ടായിരിക്കാം. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, മിഡിൽ ഈസ്റ്റിൽ നിന്നും മരണപ്പെട്ട അമേരിക്കൻ സൈനികരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും രഹസ്യമായിരിക്കണം, മാത്രമല്ല ഒരു ക്യാമറക്ക് പോലും അനുമതി നൽകാൻ പാടില്ല എന്ന കർശനമായ തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തി എന്നാണ് ഇപ്പോൾ ഫോക്സ് ന്യൂസ് പറയുന്നത്. അമേരിക്ക സാധാരണ പറയുന്നത് പോലെ 5, 8, 10 ആളുകൾ മരിക്കുകയാണെങ്കിൽ ഇത്രമാത്രം വലിയൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടാവുകയില്ല. അമേരിക്കൻ ഭരണകൂടം പ്രതീക്ഷിച്ചതിൽ എത്രയോ അപ്പുറമാണ് അവരുടെ ഡെത്ത് റേറ്റ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട തീവ്രവാദ വിരുദ്ധ പ്രവർത്തനത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ജോ കെന്റ്, അദ്ദേഹം ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ട്രംപിന് കീഴിലുള്ള അമേരിക്കൻ ഭരണകൂടം ലോകത്തെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കക്കെതിരെ ആസന്നമായ ഒരു അപകടമാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നിലവിൽ അമേരിക്കക്കുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി ഇറാൻ ആയിരുന്നില്ല, മറിച്ച് ഇസ്രയേലാണ്. കാരണം ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു. ഇറാനെ ആക്രമിച്ചത് കാരണം അമേരിക്കൻ സൈനികരെല്ലാം അപകടത്തിലായി. നോക്കൂ നിങ്ങൾ, ജോക്കൻഡ് പറയുന്ന, ഇവിടെയും പ്രത്യേകിച്ച് പറയുന്നത്, മേഖലയിലുള്ള അമേരിക്കൻ സൈനികർ അപകടത്തിലേക്ക് എത്തി. അപ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേലാണ് എന്നാണ്. ഇത് 4, 5 സൈനികരുടെ കാര്യമല്ല, വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനികർക്ക് ഉണ്ടാകുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. നോക്കൂ നിങ്ങൾ, എഫ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്, ജർമ്മനിയിലുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി ഹോസ്പിറ്റലുള്ള നഴ്സ് പറയുന്നതാണ്. An American nurse based in Germany tells AF Post that the casualties coming into Germany from the Middle East are far higher than what is being reported. മിഡിൽ ഈസ്റ്റിൽ നിന്നും അപകടം സംഭവിച്ച് ജർമ്മനി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാണ്. ഇത് നാം മനസ്സിലാക്കേണ്ടത് ജർമ്മനിയിലെ ഹോസ്പിറ്റലാണ്. അതേസമയം അറബ് കൺട്രികളിലുള്ള മിലിറ്ററി ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ എത്ര ഉണ്ട് എന്ന കാര്യം ഇവിടെ വ്യക്തമല്ല. അതേസമയത്ത് അവിടെ മാത്രമുള്ള കണക്കാണ് ഈ പറയുന്നത്. While we cannot confirm death rate, അവിടെയുള്ള ഡെത്ത് റേറ്റ്, മരണപ്പെട്ട ആളുകളുടെ കണക്കുകൾ കൺഫേം ചെയ്യാൻ കഴിയില്ല. It has been reported that there are hundreds of wounded. മാത്രമല്ല, 100 കണക്കിന് ആളുകളാണ് അപകടം പറ്റി അവിടെ വന്നിട്ടുള്ളത്. അതിൽ എത്ര ആളുകൾ മരണപ്പെട്ടു എന്ന് പറയാൻ പോലും കഴിയില്ല എന്നാണ്. ഇത്രയും കൂടുതൽ മരണസംഖ്യ അമേരിക്കൻ സൈനികരിൽ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ലാർജസ്റ്റ് US മിലിറ്ററി ഹോസ്പിറ്റൽ, ജർമ്മനിയിലുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി ഹോസ്പിറ്റൽ ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 5-നാണ് ഈ റിപ്പോർട്ട് വരുന്നതെന്ന് ശ്രദ്ധിക്കണം. അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ പ്രസവ ചികിത്സ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അപകടം സംഭവിച്ച് വരുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന അമേരിക്കൻ സൈനികരുടെ ചികിത്സിക്കാൻ വേണ്ടി എന്നതാണ്. മാത്രമല്ല, അപകടം പറ്റിയ സൈനികർക്ക് രക്തം നൽകാൻ വേണ്ടിയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നു. അതോടൊപ്പം ഈ റിപ്പോർട്ട് കഴിഞ്ഞ മാർച്ച് 5-നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത്, മാർച്ച് 5-ന് തന്നെ ഇറാനിയൻ ഒഫീഷ്യൽസ് ക്ലെയിംഡ് ദാറ്റ് as many as 500 US personnel had been killed by March 4, just 4 days after US and Israeli attack targeted Iranian strike. നമുക്കറിയാം, ഇറാനിൽ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ആക്രമണം തുടങ്ങി ജസ്റ്റ് 4 ദിവസത്തിനിടയിൽ 500 US സൈനികരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയ്ക്ക് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന അവരുടെ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും ഭയമാകുന്ന രീതിയിൽ അതൊരു ഭീകരാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ, മരണപ്പെട്ട ആളുകളുടെ കണക്ക് പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ എന്തിന് ഇത്തരത്തിലുള്ള യുദ്ധത്തിലേക്ക് പോകണമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ മരണപ്പെടുന്ന അല്ലെങ്കിൽ പരിക്കേറ്റ സൈനികരുടെ എണ്ണം മറച്ചു വെക്കുന്നതിലേറെ പ്രധാനപ്പെട്ടത് അവരുടെ ജീവന് സംരക്ഷണം നൽകിയായിരുന്നു. അവിടെ അമേരിക്ക പരാജയപ്പെടുന്നു, പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു, എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്നു. അമേരിക്ക യഥാർത്ഥത്തിൽ അടിപതറി വീഴുന്നതാണ് മിഡിൽ ഈസ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ട്രംപിന്റെ പ്രസ്താവനകളെല്ലാം വളരെ ആശങ്കാജനകമായ
കഴിയുമായിരുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. മക്കളുടെ സ്കൂൾ ടൈമും മദ്രസ ടൈമും തമ്മിൽ ക്ലാഷ് ആവുന്നുണ്ടോ? അതോ വിദേശത്തായതുകൊണ്ട് മദ്രസയിൽ വിടാൻ പറ്റുന്നില്ലേ? ഇനി ടെൻഷൻ വേണ്ട. ത്വയ്ബ അക്കാദമി വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുത്ത് മദ്രസ പഠനം ഓൺലൈനായി നൽകാം. നാട്ടിലായാലും മറുനാട്ടിലായാലും പഠനം മുടങ്ങില്ല. ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.